റസില മാഡം, സ്വർഗത്തിൽ എന്ത് നടക്കുമെന്ന് കണ്ടുപിടിച്ച മുഹമ്മദ് സൗദി അറേബ്യയിൽ എന്ന സ്വന്തം കാലിനടിയിലുണ്ടായിരുന്ന എണ്ണ ഓയിൽ നിക്ഷേപം കണ്ടെത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല. 6 അടി താഴ്ച അല്ലെ 60 അടി താഴ്ചയുണ്ടായിരുന്നത് 1000 അടി 5000 അടി ഉയരത്തിലുള്ള സ്വർഗം കൃത്യമായി പുള്ളി പ്രവചിച്ചു. ഇതുപോലും അതിന് പോലും ജൂതനും ക്രിസ്ത്യാനിയും വേണ്ടി വന്നു എന്ന് റസീല മാഡം മനസ്സിലാക്കി. അങ്ങനെ ഒരു കാര്യം എനിക്ക് പറയാം. അന്നത്തെ കാലത്ത് പെട്രോളിന്റെ ആവശ്യമല്ല, പിന്നെ എന്താ പിന്നെ ക്യാമലിന് ആവശ്യം ഉടായിപ്പ് ക്വസ്റ്റ്യങ്ങളാണ് അതൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഉമരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാഫിറിനെ കൊന്നാൽ സ്വർഗം കിട്ടും. തൊട്ട അയൽവാസി ആ മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ അവനെ പോയി കൊല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ 9:123 പറയും. നാസറിനെ പോലെ വെളിവില്ലാത്ത കുറേവന്മാർ എക്സ് മുസ്ലിമിലുണ്ട്. അതുകൊണ്ടാണ് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പെട്രോൾ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? ആൾക്കാരെ കൊല്ലാനൊക്കെയാണ് നാസർ പറയുന്നത്. അപ്പം നാസർ ഖുർആനിൽ എടുത്തിരിക്കുന്ന ഒരു അധ്യായമാണ് സത്യവിശ്വാസികളെ നിങ്ങളുടെ ചുറ്റുമുള്ള സത്യനിഷ്ഠകളെ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളെ വിട്ടേക്കുക, നിങ്ങളിൽ ക്ഷമ കണ്ടെത്തുകയും അള്ളാഹുവിനെ സൂക്ഷ്മത പാലിക്കുന്നവരൊപ്പമാണ് മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു സംഭവം ഇറങ്ങുന്നത് നമ്മുടെ തബൂക്കും സിറിയയുടെയും അടുത്തുള്ള ആ ഒരു യുദ്ധത്തിന് സന്ദർഭത്തിലാണ് ഈ വാക്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വാക്യം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9:117 മുതലാണ് വായിക്കേണ്ടത്. ഇപ്പോൾ ഹാത്തിരു എന്ന വാക്കിന് യുദ്ധത്തെ കൊലപാതകത്തെ അർത്ഥമാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് നിരവധി ഖുർആൻ വാക്കുകളും ഉടനെ ലംഘിക്കുന്നു നമുക്ക് കാണാം. നിങ്ങളുടെ ചുറ്റുമുള്ള സത്യനിഷേധികളെ ഹാത്തിരു എന്ന് 129 പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യം അവിശ്വാസിക്ക് ഒരു ഉപബോധവും നൽകുന്നില്ല. അതിനാൽ അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വിശ്വാസികളെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നാസർ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ കൊല്ലണം എന്നാണ് എല്ലാവരെയും പറയുന്നത്. 8:61 നമുക്കൊന്ന് വായിക്കാം. അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിച്ചാൽ നീയും ചായ്വ് കാണിക്കുകയും അള്ളാഹുവിൽ ഭാരം ഏൽപ്പിക്കുകയും ചെയ്യുക. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുവാനുമാണത്രേ. ഇനി 4:89 പറയുന്നുണ്ട്. അതിനാൽ അവർ നിങ്ങളെ വെറുതെ വിടുകയും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും, അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും നിങ്ങളുടെ മുമ്പാകെ സമാധാന നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്താൽ അവർക്കെതിരെ നിങ്ങൾക്ക് യാതൊരു അവകാശവും അള്ളാഹു നൽകുന്നില്ല. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക. എന്നാൽ നിങ്ങൾ അതിക്രമം ചെയ്യരുത്, അള്ളാഹു അതിക്രമങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. 2:190 ഈ 190 9:23 വാക്കുകൾക്ക് കൊല്ലുക എന്നല്ല അർത്ഥം, മറിച്ച് അവരെ എതിർക്കുന്നതിനും അവർക്കെതിരെ ആക്രമണമില്ലാത്ത രീതിയിൽ പോരാടുന്നതിനും മാത്രമാണ്. ഇതിൽ കൊടുത്തിരിക്കേണ്ട സന്ദർഭം കൊടുത്തിരിക്കുകയാണ് ഇത് നിങ്ങൾക്ക്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ പൊതുവായിട്ട് ഇടുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം. ഖുർആനിലെ വചനങ്ങളൊക്കെ ഇട്ടിട്ട് ഇത് ക്രിസ്ത്യൻസ് ഇടുന്ന ഒരു ഇതാണ് ക്ലെയിം. ഈ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരോ അവരോട് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി പുലർത്തുന്നതിനും അള്ളാഹു വിലക്കുന്നില്ല. തീർച്ചയായും അള്ളാഹു നീതിമാന്മാരെ സ്നേഹിക്കുന്നു.